അല്ല, കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീരമായ മാധ്യമമാണ് ചെറുകഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് വേണ്ടത്ര നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടത്. അതിൻ്റെ ഒരു സാധ്യതകൾ ഉപയോഗിച്ചിട്ടുണ്ടോ, പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ മൂങ്ങ എന്ന കഥാസമാഹാരത്തിൽ മരപ്പാഴ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഈ മരപ്പാഴ് എൻ്റെ ഏറ്റവും പുതിയ നോവലിലെ ഒരു കഥാപാത്രം എഴുതിയ ഒരു കഥാപാത്രമാണ്. നോവലിലെ നായകൻ എഴുതിയ കഥാപാത്രമാണ് മരപ്പാഴ്. അപ്പോൾ ഈ ഒരു നോവലിൽ നിന്ന് മറ്റൊരു കഥയിലേക്ക് ഇതിനു മുമ്പ് ഞാനത് ചെയ്തിട്ടുണ്ട്. അതായത് ഇരുട്ടിലൊരു പുണ്യാളൻ്റെ അതേ ഒരു പ്രപഞ്ചഘടനയിൽ തന്നെ ഈ അടിയാളപ്രേതം കടന്നു വരുന്നുണ്ട്. അതിലെ കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നില്ല. അതിനിടയിൽ പറയാത്ത ഒരുപാട് സ്പേസുകളുണ്ട്. ആ സ്പേസുകളിൽ നിന്ന് പുതിയ കഥകളുണ്ടാകുന്നുണ്ട്. അതിലൊരു പുതിയൊരു യൂണിവേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അത് അനന്തമായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രസം. അതാണ്. അപ്പോൾ ഇതേ രസം വായനക്കാരനും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ഥിരം ചിട്ടപ്പടിയുള്ളൊരു കഥ എത്ര കാലം നമ്മൾ വായിക്കും? ഒരു ആദ്യവും ഒരു മധ്യവും ഒരു അന്ത്യവുമുള്ള കഥ എത്ര കാലം നമ്മൾ വായിക്കും? ഒരു കഥ വായിച്ചാൽ അത് അവിടെ അവസാനിച്ച ഉടനെ മറ്റേ കഥയിലേക്ക് കയറുക എന്നുള്ളത്, എനിക്ക് ആ ഏകാന്തത, ആ കഥയുടെ ഏകാന്തത എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു പുസ്തകത്തിനകത്ത് ഒരു കഥ തനിച്ച് അനുഭവിക്കുന്ന ഏകാന്തത അത് ചിലപ്പോൾ കലർന്നു പോകും. ആ കലരട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്.